ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 6 ഹൂ ഡിഡ് എലീനാസ് ഹോംവർക്ക് എന്ന് പറയുന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു പോമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആ 2 ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കുള്ള ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. അപ്പോൾ ഈ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ ലൈൻ ഇൻ ദ പോം ഇൻ വിച്ച് ദ നെയിം ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് അപ്പിയർ ആൻഡ് റൈറ്റ് ദ ലൈൻ നമ്പർ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. എന്താണ് ഈ ആക്ടിവിറ്റിയുടെ മേലെ ഒരു പോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോമൊക്കെ ക്ലാസ്സിൽ ടീച്ചർ എടുത്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പോത്തിൽ ഈ ആനിമൽസിനെ കുറിച്ചിട്ട് എപ്പോഴാണ് പറയണത് ആ ലൈന് എണ്ണീറ്റ് ഈ സ്പേസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കാം. ആദ്യം ഫെററ്റ് എത്രാമത്തെ ലൈനിലാണ് ആ പോയത്തിൽ തന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ എണ്ണി നോക്കിയാൽ നമുക്ക് കിട്ടും 18. അപ്പോൾ അവിടെ 18 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗൂനിയ പിഗിനെ കുറിച്ചിട്ട് ഏത് ലൈനിലാണ് പറയണത്? ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ലൈനിലാണ്, അതായത് ലൈൻ 17. അപ്പോൾ ആ സ്പേസ് തന്നുകൊടുത്ത് 17 എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് ഗീക്കോ ആണ്. ഗീക്കോയും പറ്റിയിട്ട് 17th ലൈനിലാണ് പറയണത്. ഇനി നെക്സ്റ്റ് ഹാംസ്റ്റർ ആണ്. ഹാംസ്റ്ററിനെ കുറിച്ച് 10ാമത്തെ ലൈനിലാണ് പറയണത്. ദെൻ അവിടെ 10 എന്ന് എഴുതുക. ദെൻ ഇഗ്വാനിനെ കുറിച്ച് 13th ലൈനാണ്. അപ്പോൾ അവിടെ 13 എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് റാബിറ്റ് ആണ്. റാബിറ്റിനെ കുറിച്ച് 9ാമത്തെ ലൈനിൽ, അപ്പോൾ അവിടെ 9 എന്ന് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അന്നാക്കോണ്ടയാണ്. അന്നാക്കോണ്ടിനെ കുറിച്ചിട്ട് 15th ലൈൻ. ദെൻ ടോട്ടോയിസ്റ്റ് 40th ലൈൻ. ദെൻ ലാസ്റ്റ് വൺ ടേർട്ടിൽ 11th ലൈൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ അതിൻ്റെ അടിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ലുക്ക് അറ്റ് ദ pair of words taken from the poem pet shopping with fish. അപ്പോൾ എന്താണ് പെറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്ന പോയത്തിൽ നിന്ന് ഒരു പെയർ ഓഫ് വേർഡ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതാണ് വിഷ് ഫിഷ്. എന്താണ് വിഷ് ഫിഷ്. ഓക്കെ, ഇനി ഹൗ ഡു ദ വേർഡ്സ് എൻഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ വേർഡ്സ് എൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? സെയിം സൗണ്ടാണ്, ഷ് എന്ന സെയിം സൗണ്ടാണ്. ദ എൻഡ് വിത്ത് സിമിലർ സൗണ്ട്സ്. അപ്പോൾ ഒരേ സൗണ്ട്സിലാണ് അവർ എൻഡ് ചെയ്യുന്നത്. ദ ആർ റൈമിംഗ് വേർഡ്സ്. അപ്പോൾ അവരിന് നമ്മൾ എന്ത് പറയും? അവരാണ് റൈമിംഗ് വേർഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. ഫ്രം ദ പോം ഫൈൻഡ് മോർ വേർഡ്സ് ദാറ്റ് റൈം വിത്ത് വേർഡ്സ് ഗിവൺ ബിലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പോയത്തിൽ ഈ താഴെ കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ്, അതായത് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഫോക്സിൻ്റെ അവിടെ ബോക്സ് ലോക്സ്. എന്താണ്? ബോക്സ് ലോക്സ്. ഇനി നെക്സ്റ്റ് ബ്രൗസ് ആണ്. ബ്രൗസിൻ്റെ അതേ സൗണ്ട്, സ്പെല്ലിംഗ് അല്ല വരേണ്ടത്, അതേ സൗണ്ട് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് കിട്ടും മൗസ് ഹൗസ്. എന്താണ്? മൗസ് ഹൗസ്. ഇനി നെക്സ്റ്റ് ഫോഗ് ആണ്. ദെൻ ഫോഗിൻ്റെ അവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഡോഗ് ഫ്രോഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോറാണ്. കോറിൻ്റെ അവിടെ സ്റ്റോറ് മോറ്. കോറ് സ്റ്റോറ് മോറ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഡിഷാണ്. ഡിഷ് ഫിഷ് വിഷ്. ഏതാണ്? ഡിഷ് ഫിഷ് വിഷ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി, ശരിക്കുള്ള ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 1. Then activity number 1, Alina was really sad on reading the elf's letter. അപ്പോൾ എന്താണ് ഈ എൽഫിൻ്റെ ലെറ്റർ അലീന വായിച്ചപ്പോൾ അലീനക്ക് വളരെയധികം വിഷമായി. Many thoughts came to her mind. അപ്പോൾ ഒരുപാട് ചിന്തകൾ അലീനയുടെ മനസ്സിൽ വന്നു. Help Alina write down her thoughts. അപ്പോൾ എന്തൊക്കെയായിരിക്കും അലീനയുടെ ചിന്തകൾ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ലൈൻ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഓ മൈ ഫ്രണ്ട് എൽഫ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് എഴുതാം. വോ ആർ യു? ഐ സെർച്ച്ഡ് ഫോർ യു എവ്രിവെയർ. അപ്പോൾ നീ എവിടെയാണ്? ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു. ഐ ഗോട്ട് എ ഗ്രേഡ് ഇൻ ഓൾ സബ്ജക്ട്സ് ബിക്കോസ് ഓഫ് യു. എനിക്ക് എല്ലാ സബ്ജക്റ്റിലും എ ഗ്രേഡ് കിട്ടിയതിൽ നീയാണ് കാരണം. യു മെയ്ഡ് മീ എ മോഡൽ കിഡ്. യു മെയ്ഡ് മീ എ മോഡൽ കിഡ്. എന്താണ്? യു മെയ്ഡ് മീ എ മോഡൽ കിഡ്. ഐ മിസ് യു സോ മച്ച്. അപ്പോൾ നീയാണ്
നീയാണ് എന്നെ ഒരു മോഡൽ കിഡാക്കിയത്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 2 എന്താണെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2, ഫൈൻഡ് ഔട്ട് whose words these are. അപ്പോൾ ഇതൊക്കെ ആരാണ് പറഞ്ഞത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ അലീന ഡു യുവർ ഹോംവർക്ക്. അപ്പോൾ ഇതാരാണ് പറഞ്ഞത്? ഇത് അലീനയുടെ ടീച്ചറാണ്. ദെൻ എയുടെ അവിടെ ടീച്ചർ എന്ന് എഴുതുക. ഓക്കെ, ഈ നെക്സ്റ്റ് ഐ ആം കോസ്ഡ്. അപ്പോൾ ഇതാരാണ് പറഞ്ഞത്? ഇത് എൽഫാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എൽഫ് എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് വൺ എന്താ? ഇറ്റ്സ് ടു ബോറിങ് എന്ന് ആരാ പറഞ്ഞത്? ടീച്ചറാണ്. സോറി, അതാരാ പറഞ്ഞത്? അത് അലീനയാണ്. അപ്പോൾ സി എന്നുള്ളിടത്ത് അലീന എന്ന് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് യു ക്യാൻ ഡു വണ്ടേഴ്സ്. ഇതാരാണ് പറഞ്ഞത്? ഇത് എൽഫാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എൽഫ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 3, Alina played cricket in the ground. She likes football too. Do you know how the game of football is played? Read a description of the game of football. അപ്പോൾ എന്താണ് ഫുട്ബോളിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. അലീന ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചു. അലീനക്ക് ക്രിക്കറ്റിൻ്റെ പോലെ തന്നെ ഫുട്ബോളും ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഫുട്ബോൾ ഈസ് എൻ ഔട്ട്ഡോർ ഗെയിം. Usually 11 players are there in the team. There is a goal post each at both end of the ground. എന്താണ് ഫുട്ബോൾ എന്ന് പറയുന്നത്? ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. സാധാരണയായി അതിൽ 11 പേരാണ് ഒരു ടീമിൽ ഉണ്ടാവാറ്. ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടായിരിക്കും രണ്ട് സൈഡിലും. ദ ഗോൾ കീപ്പർ സ്റ്റാൻഡ്സ് അറ്റ് ദ ഗോൾ പോസ്റ്റ്. അപ്പോൾ ഗോൾ കീപ്പർ ഗോൾ പോസ്റ്റിൻ്റെ അവിടെയാണ് നിൽക്കുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓൺലി ദ ഗോൾ കീപ്പർ ക്യാൻ ടച്ച് ദ ബോൾ വിത്ത് ഹാൻഡ്സ് ഇൻ ദ കോർട്ട്. അപ്പോൾ കോർട്ടിൽ കൈ വെച്ചിട്ട് ബോൾ ടച്ച് ചെയ്യാൻ പറ്റുക ഈ ഗോൾ കീപ്പറിന് മാത്രമാണ്. ദെൻ ദ ടീം വിച്ച് സ്കോർസ് മോർ ഗോൾസ് വിൽ വിൻ ദ മാച്ച്. എന്താണ് ഏത് ടീമാണോ കൂടുതൽ സ്കോർ എടുത്ത് അവർ ഗോളെടുത്ത് അവർക്കാണ് കൂടുതൽ സ്കോർ ഉണ്ടാവുക. ദെൻ അവരാണ് ഗെയിമിൽ ജയിക്കുക. അപ്പോൾ ഇതാണ് ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു ഡിസ്ക്രൈബ് യുവർ ഫേവറേറ്റ് ഗെയിം. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിമിനെ കുറിച്ചിട്ട് ഇതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഹിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഗെയിം? ഇറ്റ് ഈസ് ആൻ ഇൻഡോർ ഓർ ഔട്ട്ഡോർ ഗെയിം? ഹൗ മെനി പ്ലേയേഴ്സ് are there in the game? What are the things needed to play in the game? What are some of the rules of the game? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മുടെ ഫേവറേറ്റ് ഗെയിമിനെ നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരുടെ ഫേവറേറ്റ് ഗെയിം ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഒരെണ്ണം എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെസ്സിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. ചെസ് ഈസ് മൈ ഫേവറേറ്റ് ഗെയിം. ഇറ്റ് ഈസ് ആൻ ഇൻഡോർ ഗെയിം. ഇറ്റ് പ്ലേഡ് ബിറ്റ്വീൻ 2 players. അപ്പോൾ ചെസ്സാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം. അതൊരു ഇൻഡോർ ഗെയിമാണ്. അത് 2 പേര് തമ്മിലാണ് കളിക്കുക. ഇറ്റ് ഈസ് പ്ലേഡ് ഓൺ എ സ്ക്വയർ ചെസ് ബോർഡ് വിത്ത് 64 സ്ക്വയേഴ്സ്. അപ്പോൾ ഒരു സ്ക്വയർ ചെസ് ബോർഡിലാണ് നമ്മൾ കളിക്കുക. 64 സ്ക്വയേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. ചെസ് പീസസ് ആർ ഡിവൈഡഡ് ഇൻ ടു വൈറ്റ് ആൻഡ് ബ്ലാക്ക് സെറ്റ്സ്. അപ്പോൾ ചെസ് പീസ് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വൈറ്റ് സെറ്റ്സും അതുപോലെ തന്നെ ബ്ലാക്ക് സെറ്റ്സും. ഈച്ച് സെറ്റ് കൺസിസ്റ്റ് ഓഫ് 16 പീസസ്. അപ്പോൾ ഓരോന്നിലും 16 പീസ് വരുന്നുണ്ട്. വൈറ്റ് മൂവ്സ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം ഗെയിം തുടങ്ങുക ആരാണ്? വൈറ്റ് ആണ്. ആഫ്റ്റർ ദാറ്റ് പ്ലെയേഴ്സ് ഓൾട്ടർനേറ്റ് ടേൺസ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് കളിക്കും. മൂവിങ് ഈസ് കമ്പൽസറി. അപ്പോൾ എന്താണ്? ഓരോന്നിലും മൂവ് ചെയ്യുന്നത് കമ്പൽസറി ആണ്. ഈച്ച് പീസ് ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് മൂവിങ്. അപ്പോൾ ഓരോ പീസിനും അതിൻ്റേതായ വേ ഓഫ് മൂവിങ് ഉണ്ട്. ദെൻ ദ ഒബ്ജക്റ്റ് ഓഫ് ദി ഗെയിം ഈസ് ടു ചെക്ക് മെയ്റ്റ് ദ ഒപ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 4, teacher appreciated the changes in Alina. What were those changes? അപ്പോൾ എന്താണ് ഈ അലീനയുടെ ഉണ്ടായിരുന്ന ചേഞ്ചസിനെയൊക്കെ ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ചേഞ്ചസ് താഴെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേഡ് അപ്പ് ലേറ്റ് അറ്റ് നൈറ്റ്, വെന്റ് ടു ദ ലൈബ്രറി, ലുക്ക്ഡ് അപ്പ് ദ മീനിങ് ഓഫ് വേർഡ്സ് ഇൻ ഡിക്ഷണറി, ബോറോഡ് ബുക്സ് ആൻഡ് റീഡ് ദം, വർക്ക്ഡ് ഹാർഡർ ദാൻ എവർ. അപ്പോൾ എന്താണ്
അപ്പോൾ ഇതൊക്കെയാണ് അലീനയുടെ ചേഞ്ചസ്. ലൈബ്രറി പോകാൻ തുടങ്ങി, ബുക്ക് വായിക്കാനായിട്ട് തുടങ്ങി, ബുക്ക് കടം മേടിക്കാനായിട്ട് തുടങ്ങി, നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, വാട്ട് ഡു യു ഡു ടു സ്റ്റഡി വെൽ? റൈറ്റ് ദം ഇൻ ദ ബോക്സ് ബിലോ. വാട്ട് ഡു യു ഡു ടു സ്റ്റഡി വെൽ? അപ്പോൾ നന്നായി പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് ദം ഇൻ ദ ബോക്സ് ബിലോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ബോക്സിൽ എഴുതാം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, രാവിലെ നേരത്തെ നിൽക്കും. ഡു ഹോംവർക്ക് എവറി ഡേ, എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യും. ദെൻ നെക്സ്റ്റ് ലുക്ക് അപ്പ് ദ മീനിങ് ഓഫ് വേർഡ്സ് ഇൻ ദ ഡിക്ഷണറി, അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ് ഡിക്ഷണറിയിൽ നോക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? സ്റ്റഡി നന്നാക്കാനായിട്ട് പറ്റും, പഠിക്കുന്നത് നന്നാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5, അലീനാസ് കാറ്റ് ഈസ് എ ക്യൂട്ട് ലിറ്റിൽ വൈറ്റ് കാറ്റ്. അപ്പോൾ അലീനയുടെ കാറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ള വൈറ്റ് ലിറ്റിൽ കാറ്റാണ്. ദെൻ താഴെ എന്താണ്? താഴെ പാരറ്റ്, അതുപോലെ തന്നെ ഡോഗ്, അതുപോലെ തന്നെ കൗ കൊടുത്തിട്ടുണ്ട്. നൗ ഡിസ്ക്രൈബ് ദ പെറ്റ്സ് ഡൊമസ്റ്റിക് ആനിമൽസ് ദാറ്റ് യു സീ ഇൻ ദ പിക്ചർ എബവ്. അപ്പോൾ മേലെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ നമുക്ക് പാരറ്റിനെ കുറിച്ചിട്ട് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ പ്രിറ്റി ഗ്രീൻ പാരറ്റ്. ഓക്കെ, ഈ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഒരു ഡോഗാണ്. അപ്പോൾ ഡോഗിനെ കുറിച്ച് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് എ ബിഗ് ബ്ലാക്ക് ഒബീഡിയൻ ഡോഗ്. ഓക്കെ, ഈ നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഒരു കൗ ആണ്. അപ്പോൾ കൗവിനെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ ഫാറ്റ് വൈറ്റ് കൗ. എന്താണ്? ഇറ്റ് ഈസ് എ ഫാറ്റ് വൈറ്റ് cow. Okay, in next activity നോക്കാം. Activity 6. Then activity 6, examine the words given below. There are some familiar words hidden in them. Find out the hidden words. One is done for you. അപ്പോൾ എന്താണ്? ആദ്യത്തെ hated എന്നാണ്. അപ്പോൾ ഈ hated എന്ന വേർഡിൽ നിന്ന് നമുക്ക് കിട്ടിയ വേർഡ്സ് ആണ് എന്ത്? ഹെയ്റ്റും അതുപോലെ തന്നെ എയ്റ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ താഴെ തന്നിരിക്കുന്ന വേർഡ്സിൽ നിന്ന് വേർഡ്സ് ഉണ്ടാക്കുക. അപ്പോൾ റിങ്കിൾഡ് ആണ്. റിങ്കിൾഡിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? വിങ്ക് എന്ന് എഴുതാം. നെക്സ്റ്റ് ഇങ്ക് എന്നും എഴുതാം. ഓക്കെ, ഈ നെക്സ്റ്റ് വേർഡ് അപ്പിയേർഡ് ആണ്. അപ്പോൾ അപ്പിയർ എന്ന വേർഡിൽ നിന്ന് നമുക്ക് ഏതൊക്കെ വേർഡ് കിട്ടും? അപ്പിയർ എഴുതാൻ പറ്റും, റെഡ് എഴുതാൻ പറ്റും. അപ്പിയറും റെഡും. ഓക്കെ, ഈ നെക്സ്റ്റ് വാട്ട് എവർ ആണ്. വാട്ട് എവറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ? ഹാറ്റ് എഴുതാൻ പറ്റും, അതുപോലെ തന്നെ എവർ എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് കിച്ചൺ ആണ്. കിച്ചണിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാം? കിറ്റും ഹെന്നും. എന്താണ്? കിറ്റ് എഴുതാൻ പറ്റും, അതുപോലെ തന്നെ ഹെൻ എഴുതാൻ പറ്റും. ദെൻ ഡൗണിൽ നിന്ന് നമുക്ക് വോൺ എഴുതാൻ പറ്റും, നൗ എഴുതാൻ പറ്റും. ദെൻ ടീച്ചറിന് ടി എഴുതാൻ പറ്റും, ഏക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 7, the teacher said that Alina was a model kid. അപ്പോൾ ടീച്ചർ പറഞ്ഞു അലീന ഒരു മോഡൽ കിഡാണെന്ന്. Given below are some of the good qualities they found in her. അപ്പോൾ അവളിൽ കണ്ട ഒരു ഗുഡ് ക്വാളിറ്റീസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. Keeps her room clean, always cheerful, never rude, gets good grade in all subjects. Now write down a good qualities that you see in your friends. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ കണ്ട ഗുഡ് ക്വാളിറ്റീസ് ഇവിടെ താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. ഞാനൊരു എക്സാമ്പിൾ നോക്കാം. മായ ഗെറ്റ്സ് അപ്പ് എവറി ഡേ അറ്റ് 6 o'clock. മായ എല്ലാ ദിവസവും 6 മണിക്ക് നീക്കും. അപ്പോൾ അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്. ഷീ ക്ലീൻസ് ഹർ റൂം എവറി ഡേ. എല്ലാ ദിവസവും മായയുടെ റൂം ക്ലീൻ ചെയ്യും. ഇനി നെക്സ്റ്റ് ഷീ ഹെൽപ്സ് ഹർ മദർ ഇൻ ദ കിച്ചൺ. മായയുടെ അമ്മനെ കിച്ചണിൽ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ഗുഡ് ക്വാളിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ കണ്ടിട്ടുള്ള ഗുഡ് ക്വാളിറ്റീസ് വേണം അവിടെ എഴുതാനായിട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 8 എന്താണെന്ന് നോക്കി നോക്കാം. Then activity 8, look at the picture given below. അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. This was Alina's room before she changed. അപ്പോൾ ഇതായിരുന്നു അലീനയുടെ റൂം. പണ്ട് ഇങ്ങനെ ആയിരുന്നു അലീനയുടെ റൂം. It was in a mess. അപ്പോൾ എന്താണ്? ആകെ മെസ്സായിട്ട്, ആകെ അലങ്കോലമായിട്ടായിരുന്നു. Write down a few suggestions you would given her to arrange her room. One is done for you. അപ്പോൾ ഇവിടെ അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സജഷൻസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ സജഷനാണ്? ഈ റൂം ക്ലീൻ ആക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സജഷൻസ് ആണ്. അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട്, കീപ് ദ ബുക്സ് ഇൻ ദ ബുക്ക് റാക്ക്. അപ്പോൾ താഴെ കിടക്കുന്ന ബുക്കൊക്കെ ബുക്ക് റാക്കിൽ വെക്കുക. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി നോക്കാം.
ബാക്കി നമുക്ക് എന്ത് എഴുതാം? കീപ് ദ ക്ലോത്ത്സ് ഇൻ ദ ഷെൽഫ്. അതുപോലെ തന്നെ ടേക്ക് ദ ബോൾ ഫ്രം ദ ബെഡ്, പുട്ട് ദ പില്ലോ ഓൺ ദ ബെഡ്, കീപ് ദ സ്കൂൾ ബാഗ് ഇൻ ദ റാക്ക്, കീപ് ദ ബാഗ്സ് ഓൺ ദ റാക്ക്, keep the shoes out of the room, put the chair near the rack, remove all the unwanted things, sweep your room. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.